മഴ മഞ്ഞണിയുന്ന വസന്തം പോലെ മനസ്സുകളൊന്നായി ചേരും ഇതു മതിലുകളില്ലാതെ ഒരു നാട് മണിനാഥമതിന്നും മണ്ണിൻ കഥ പറയുന്ന കടൽ തിര പോലെ മതമേതായാലും മനുഷ്യരൊന്നാകും ചേരനാടിതു സുപ്രഭാതം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ അഖില. ഞാൻ വൈശാഖ്. അപ്പൊ കേരളം 2020 ഭാഗമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. കേരള നാട് ജന്മം കൊണ്ടിട്ടപ്പോ 64 വർഷം പിന്നിട്ടിരിക്കുന്നു. 64 വർഷമോ? എത്ര പെട്ടെന്നല്ലേ കാലം കടന്നു പോകുന്നത്. അതെ. പിന്നെ ഈ വർഷത്തെ കേരളപ്പിറവിക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതെന്താണാവോ അങ്ങനെ ഒരു പ്രത്യേകത? അറിയില്ലേ? ആർക്കും അറിയില്ല? അറിയില്ല, നീ തന്നെ പറ. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേരളപ്പിറവി ഗൂഗിൾ മീറ്റിലൂടെ ആഘോഷിക്കുന്നത്. അത് ശരിയാ. എന്നാ പിന്നെ നമുക്ക് നേരം കളയാതെ പരിപാടി തുടങ്ങിയാലോ? തുടങ്ങാം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലേ? എല്ലാവർക്കും നിശബ്ദമായി പ്രാർത്ഥനാഗാനം ശ്രവിക്കാം. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികാല സൗരന ബന്ധം പോലത്തി അതിനൊക്കെ ആധാര സൂത്രമിളക്കി കൊടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മത ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്ത സഫലമായി തീരാൻ അഖിലാധിനായക തവ തീരു മുന്നിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാധി തൃഷ്ണകളാകെ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി അടുത്തതായി സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നത് നമ്മുടെ കേരളീയം 2020 പരിപാടിയുടെ സംഘാടക രോഹിത മാത്യുവിനെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാടിന്റെ പിറവി ആഘോഷിക്കാനാണ്. അതിനാൽ തന്നെ എല്ലാവർക്കും ആദ്യമേ തന്നെ മധുരമുള്ളൊരു കേരള പിറവി ദിനം ആശംസിക്കുന്നു. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ കേരളീയം 2020 പരിപാടിയുടെ വിശിഷ്ട അതിഥിയായി നമ്മോടൊപ്പം ആയിരിക്കുന്ന ഡോക്ടർ TPS ശശികുമാർ സർ. 8 ലക്ഷം വിദ്യാർത്ഥികളെയും 5 ലക്ഷം അധ്യാപകരെയും പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ TPS. അദ്ദേഹം വഹിച്ചിട്ടുള്ള പദവികൾ വളരെ ആകർഷകമാണ്. സ്പേസ് സയന്റിസ്റ്റ്, UGC ഡയറക്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കൂടാതെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും കൂടെ ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയ പ്രിൻസിപ്പൽ പോളച്ചൻ കൈത്തോട്ടുകളിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രിയ ഡയറക്ടർ ഡോക്ടർ ജേക്കബ് സാറിനെയും ഒപ്പം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ അസിനച്ചനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അവസാനമായി എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നീ ദിവസത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി രോഹിത. നമ്മുടെ കലാലയത്തിന്റെ എല്ലാവിധ ഉയർച്ചയ്ക്കും കാരണമായിട്ടുള്ള നമ്മുടെ പ്രിയ പ്രിൻസിപ്പൽ പോളച്ചനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Good morning everyone. Sorry for the confusion that Father Paul may not able to join right now, that the message is received. ഏതായാലും പോളച്ചന്റെ അസാന്നിധ്യത്തിൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം, കേരളപ്പിറവിയുടെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഏറ്റവും സമാധാനീയനായ
Dr. T.P. Shashikumar sir, Dr. P.M. Jacob, Director NBS, Dr. Sabu Verghese, Director of IT Department, Dr. Suraj, Academic Coordinator, Ms. Naina Ma'am, Students Coordinator, and other fellow faculty members, Students Coordinators, Gladwin and Rohida, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കേരളപ്പിറവിയുടെ ഒരു can you hear me? Yes, Father. Thank you. Yeah. കേരളപ്പിറവിയുടെ ഒരു മനോഹരമായ ഒരു കാഴ്ച നമ്മൾക്കിന്ന് വെർച്വലായിട്ടാണ് കാണാൻ പറ്റുന്നുള്ളൂ. പണ്ട് മുൻ വർഷങ്ങളിൽ എങ്ങനെ ആഘോഷത്തോടെ ആർഭാടത്തോടെ നമ്മൾ അത് ആഘോഷിച്ചിരുന്നെങ്കിൽ ഇന്ന് വളരെ ലളിതമായി ഒരു ചെറിയ സ്ക്രീനിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. കാലത്തിന്റെ കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെങ്ങനെ വേണമെങ്കിലും നമുക്ക് വിശദീകരിക്കാം. പക്ഷെ ഏതായാലും ഈ അവസരം തന്മയത്വത്തോടെ പ്രോഗ്രാം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട 2020 ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹം അനുമോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 പ്രോഗ്രാമുകളിലൂടെ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലൂടെ ഈ ബാച്ച് നൈപുണ്യ ബിസിനസ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആഘോഷത്തിൽ പങ്കുചേരുകയായിരുന്നു. നിങ്ങളെല്ലാവരും അതില് സവിശേഷമാംവിധം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും എന്റെ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അധ്യക്ഷ പ്രസംഗത്തിലൂടെ. പോളച്ചന് പകരമായി കേരള തനിമ എന്ന് പറയുന്നത് ഭൂപ്രദേശമല്ല, ഇവിടെയുള്ള ചില രുചിക്കൂട്ടുകളല്ല, ഇവിടെയുള്ള ചില കലാരൂപങ്ങൾ മാത്രമല്ല, പക്ഷെ എല്ലാത്തിനും കൂടി ഒരു ആകെത്തുകയാണ്. ഒരു കേരളീയം, ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. അത് വിവിധ തരത്തിലുള്ള വിഭവങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മളിത് ഇവിടെ ആഘോഷിക്കുന്നത് നമ്മളിലുള്ള ചെറിയ ചില്ലറ രസങ്ങൾ മാത്രം പങ്കുവെക്കുവാനുള്ളൊരു സന്ദർഭമായിട്ട് മാത്രമല്ല, ഇന്നലകളെ വെറുതെ ഒരു ആവർത്തനവുമല്ല. അതിനപ്പുറം ഇതിനെ മുന്നിലേക്ക് കൊണ്ടുപോവാൻ ഈ തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു കാഴ്ചക്കാരായിട്ട് മാത്രം നിൽക്കണോ, അതോ ഈ നാടിന്റെ വിഭവങ്ങളെയും സാംസ്കാരിക പൈതൃകത്തെയും അല്ലെങ്കിൽ സമ്പന്നതയെയും എങ്ങനെ അടുത്ത തലമുറയ്ക്ക് കാണത്തക്ക രീതിയിൽ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിലേക്ക് അതിനെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റിന്റെ മാനേജ്മെന്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളുടെ സംഭാവന വളരെ അനിവാര്യമാണ്, ഒപ്പം തന്നെ ശ്രേഷ്ഠകരവുമായിരിക്കും. കാരണം ഇനിയുള്ള തലമുറയുടെ നമ്മുടെ വിഭവങ്ങളെ കാലഘട്ടത്തിനനുസൃതമായി രൂപപ്പെടുത്തുവാൻ ഈ തലമുറയ്ക്കേ പറ്റും. ഇന്നലകളിൽ ഉണ്ടായിരുന്നവർ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയിരിക്കുന്നത്. കലാരൂപങ്ങളായിട്ടും ഗോത്രവർഗ ആചാരങ്ങളായിട്ടും ദേശദേശാന്തരങ്ങളിലെ ചില സംസ്കൃതികളായിട്ടും ചില കാർഷിക സംസ്കാരമായിട്ടും ചില ചേന്നമംഗലം കൈത്തിന് മറ്റൊരു ഉദാഹരണം, ആറന്മുള കണ്ണാടി മറ്റൊരു ഉദാഹരണം. ഇന്നലകളിൽ ഉണ്ടായിരുന്നവരെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. ഇപ്പൊ വാസ്തുശില്പത്തിന്റെ കാര്യത്തില് 4 കെട്ട് എത്ര ഭംഗിയുള്ള ഒരു വാസ്തുശില്പമാണ്. പക്ഷെ അതെല്ലാം പുതുതലമുറയ്ക്ക് എന്തുമാത്രം സ്വീകാര്യതയുണ്ട്, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റൂ? ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നുണ്ട് ഈ സന്ദർഭത്തില്. അതായത് പാശ്ചാത്യവൽക്കരണത്തിലൂടെ വേണമോ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ, അതോ അതിന് അനുകരണങ്ങൾ മാത്രമാണ്? അതിനപ്പുറം നമുക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഗൗരവപരമായി ഇതിനെ കാണുന്നത്, ഓരോ ഗ്രാമവും എടുത്തു നോക്കിയാൽ, നമ്മുടെ കൊരട്ടി പഞ്ചായത്ത് എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ കറുകുറ്റി പഞ്ചായത്ത് എടുത്തു നോക്കിയാൽ, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, കൊല്ലം, ട്രിവാൻഡ്രം, മലപ്പുറം, കാസർഗോഡ്, ഓരോ നാടിനും അതിൻ്റെതായ ഒരു കേരളം എന്നൊരു സത്വത്തെ രൂപപ്പെടുന്ന ചിലതൊക്കെ ഗൗരവകരമായ സംഭാവന ചെയ്ത വിഭവങ്ങളുണ്ട്. അതിനെയൊക്കെ കണ്ടെത്തിയെടുത്ത് അതിനെയൊക്കെ ചിട്ടപ്പെടുത്തി നാളത്തെ തലമുറയ്ക്ക് സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റൂ. ഇന്ന് കഴിഞ്ഞ ഈ മണിക്കൂറുകളിലൊക്കെ ചില മത്സരങ്ങൾ നിങ്ങൾ നടത്തി. ഏത് മത്സരത്തിന്റെയും കേരളീയം ആഘോഷിക്കപ്പെടുമ്പോൾ മത്സരത്തിന്റെ എല്ലാത്തിന്റെയും കാമ്പ് ഞാൻ വിശ്വസിക്കുന്നു ഈ കേരള തനിമയ്ക്ക് ലോക ഭൂപടത്തില് വളരെ പ്രസക്തമായ പ്രാധാന്യമുണ്ട്. അത് നിർവഹിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും വെറും രാഷ്ട്രീയ സംസ്കൃതി അല്ല കേരളം,
അത് ഒട്ടും വ്യത്യസ്തമല്ല. രാഷ്ട്രീയ സംസ്കൃതി എന്ന് പറയുന്നത് അത് ഭാരതവുമായി ഒരുപാട് കോർത്തിണങ്ങി കിടക്കുന്നതാണ്, ഭാരതം എന്ന ചിന്തയുമായി. പക്ഷെ കേരളത്തനിമ രാഷ്ട്രീയ സംസ്കൃതിയേക്കാൾ ഉപരിയായിട്ട് ഒരു സാംസ്കാരിക സംസ്കൃതിയാണ്. അത് നമുക്ക് ഈ നാടിന് മറ്റു രാജ്യാന്തര തലത്തില് ദർശിക്കും വിധം ഉയർത്തിപ്പിടിക്കുവാൻ ഈ തലമുറയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ഞാൻ നിങ്ങളും എങ്ങനെ ചെയ്യുന്നു, അതിന് ആ ഒരു ചിന്ത. ഒരുപക്ഷെ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന TP ശശികുമാർ സാർ ഉന്നതമായ ദർശനവും ജീവിത അനുഭവങ്ങളും ഉള്ള ഒരു വ്യക്തിത്വമാണ്. സാർ അത് വ്യക്തമായി നമ്മളോട് പറയും. സാറിന്റെ ജീവിത പശ്ചാത്തലത്തിൽ ഭീഷണി പറയും. പക്ഷെ അത് എന്തുമാത്രം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും. ഇന്നിവിടെ സാറ് വന്ന് ഈ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. അതിലുപരി ഈ വിദ്യാർത്ഥി സമൂഹം സാറിൽ നിന്ന് ലഭിച്ച അറിവിൽ നിന്ന്, വെളിച്ചത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് എന്ത് കടമെടുത്ത് വരും തലമുറ കൊടുക്കാൻ സാധിക്കുന്നു. ഇന്നിവിടെ അവസാനിക്കരുത്. ഈ ഞാൻ എന്റെ കേരളത്തെ പറ്റി അഭിമാനിക്കുന്ന ഈ സംസ്കൃതി ഓർത്തിട്ട. തമിഴ്നാടിനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കർണാടകത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉത്തർപ്രദേശിനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ എന്റെ സംസ്കൃതി ഫലവത്താണ്, വിലയുള്ളതാണ്. അത് ഞാൻ എവിടെ പോയി ഉയർത്തിപ്പിടിക്കും. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാ. ഒരു പ്രാവശ്യം എനിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റാതിരുന്നതിന്റെ ഒരു സങ്കടം. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു അച്ഛനായതുകൊണ്ടോ എന്നുള്ളതല്ല, പക്ഷെ എന്റെ നാടിന്റെ ഒരു മണമുള്ളതാണ് എന്റെ ഈ ഓണം. അതുപോലെ തന്നെയാണ് കേരളപ്പിറവി എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഇതൊരു സംസ്കാരമാണ്. അത് ഞാൻ എവിടെ പോയാലും കേടുകൂടാതെ, കറ പറ്റാതെ, സമ്പന്നമായ രീതിയിൽ കൊടുക്കാൻ പറ്റണം. നമ്മൾ അതിനോട് കുറച്ച് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളാണെങ്കിലും, വിഭവങ്ങളാണെങ്കിലും, പൈതൃകങ്ങളാണെങ്കിലും, കലാരൂപങ്ങൾ കുറച്ച് ഹോംവർക്ക് ചെയ്യണം. ഈ തലമുറയ്ക്ക് നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഈ ഒരു ഹോംവർക്ക് ചെയ്യല, കണ്ടുപിടിക്കല, അതിനുശേഷമുള്ള ചിലതൊക്കെ രൂപപ്പെടുത്തല. അങ്ങനെ ഒരു ചിന്ത ഇന്നത്തെ ഈ ആഘോഷത്തിലൂടെ, ഇന്ന് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ വിശിഷ്ട അതിഥിയിലൂടെ, മറ്റുള്ളവരുടെ സംഭാവനകളിലൂടെ ഒക്കെ കേൾക്കാനും അത് പുതിയൊരു ചിന്തയായി, പുതിയൊരു വെല്ലുവിളിയായി രൂപപ്പെടാൻ ഇടവരട്ടെ. ഈ കേരളപ്പിറവി നിങ്ങൾക്കും എനിക്കും കാര്യം വെർച്വലാണെങ്കിൽ പോലും അതൊരു വലിയൊരു ഉണർവിന് കാരണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പൊളച്ചന്റെ അസാന്നിധ്യത്തിൽ, കാരണം സാധാരണ ഞങ്ങൾ അച്ഛന്മാരെന്ന രീതിയിൽ പല പ്രോഗ്രാമുകൾ ഒരേ സമയത്ത് അച്ഛൻ ചെയ്യേണ്ടി വരും. മാനേജ്മെന്റ് രീതിയിൽ മാത്രമല്ല, പള്ളിയുടെ എന്ന രീതിയിൽ അച്ഛൻ പുറത്തൊരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. സാധിക്കുമെങ്കിൽ അച്ഛൻ നമ്മളോട് കൂടെ ചേരും. ഏതായാലും നമുക്ക് അച്ഛന്റെ അസാന്നിധ്യത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നൈമിന്റെ ബിസിനസ് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും, അധ്യാപകർക്കും, അനധ്യാപകർക്കും സ്നേഹത്തോടെ ആശംസകൾ നേർന്നുകൊണ്ടും എന്റെ കർത്തവ്യം, പൊളച്ചിന് പകരമായി ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം സ്നേഹപൂർവ്വം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. അടുത്തതായി നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ TP ശശികുമാർ സാറിനെ ഏറ്റവും ബഹുമാനപൂർവ്വം കേരളീയം 2020 എന്ന നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതിനുമായി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. കേരള പിറവി കേരളീയം 2020 2020 നവംബർ 1-ാം തീയതി 64ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ. എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാരും ഇത് കേൾക്കാനും ഇതിലെന്നെ ഭാഗവത്താക്കാൻ വേണ്ടി രോഹിത മാത്യു, ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം 2013-14 തോന്നുന്നു, ഡിസ്കവറി സ്കൂളിൽ, ബ്രൈറ്റ് ലാൻഡ് ഡിസ്കവറി സ്കൂൾ ആലപ്പുഴയിൽ എൻ്റെ ക്ലാസ്സിലിരുന്നു എന്നൊരു കാരണം കൊണ്ട് എന്നെ ഓർക്കാനും ഇപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ആവുമ്പോൾ എന്നെ വിളിക്കാനും തോന്നിയ ആ സൗഹൃദത്തിനും നന്മയ്ക്കും ആ ദാക്ഷിണ്യത്തിനും ദയയ്ക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആങ്കർ ചെയ്ത് പറഞ്ഞ ആൾ 2 വാക്ക് പറയാനാണ് പറഞ്ഞത്. ഞാനിപ്പോൾ തന്നെ 20-ലധികം പറഞ്ഞു. ഇത് പറയാനാണോ എന്നെ വിളിച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നോട് രോഹിത പറഞ്ഞത് 10-20 മിനിറ്റ് സംസാരിക്കാമെന്നാണ്. ഇപ്പം ഞാൻ ഓർത്തു പോകുന്നത്, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാവും. TN ശേഷൻ എന്ന മഹത് വ്യക്തി ഒരു വലിയ പ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ ആങ്കറിങ്ങിന് വിളിച്ച ആൾ
2 വാക്ക് പറഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് വേദി വിട്ട് ഇറങ്ങിപ്പോയി. അനുസരണയുള്ള ഒരാൾ അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ തെറ്റുകൾ ക്ഷമിക്കാനും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അർഹതപ്പെട്ട ഒരാളായതുകൊണ്ട് അതിനല്ല വിളിച്ചത് എന്നുള്ള ഒരു മൗഢ്യം മനസ്സിൽ വെക്കാത്തത് കൊണ്ടും, പിന്നെ തുടക്കത്തിൽ ഫാദർ വർഗീസ് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൻ്റെ രാഷ്ട്രീയ, കലാ, സാംസ്കാരിക പാരമ്പര്യങ്ങളൊക്കെ തൊട്ടു. ആറന്മുള കണ്ണാടി മുതൽ ഇനി എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. ഭാരതത്തിൻ്റെ തെക്ക് വടക്ക് കിടക്കുന്ന ബിട്ടർഗാർഡിൻ്റെ ഷേപ്പിൽ കിടക്കുന്ന ഭൂമി, ചെറിയൊരു പ്രദേശം, ലോകത്ത് എവിടെ പോയാലും ചിലപ്പോൾ ഇന്ത്യ എന്നുള്ളതിനേക്കാളും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി കേരളം എന്നറിയപ്പെടുന്ന ഈ കോർണറിലേക്ക് ഞാൻ കേരളത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് വളരെ പ്രഗത്ഭമായ വ്യക്തികളെ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നൊന്നും ഉദ്ഘോഷിക്കാൻ പറ്റാത്ത ഒരു ചെറിയൊരു ഭൂപ്രദേശമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആധുനിക കാലഘട്ടങ്ങളിൽ 1990കളുടെ ഇടയിൽ സാംസ്കാരിക, രാഷ്ട്രീയ പരമായിട്ട് ഏറ്റവും ഔന്നത്യത്തിൽ കേരളത്തെ എത്തിച്ചിട്ടുള്ളൊരു വ്യക്തി ശ്രീനാരായണ ഗുരു ആവണം. അതിന് വേറെ കാരണമൊന്നുമില്ല. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിക്കാൻ കാരണം ശ്രീനാരായണ ഗുരു തന്നെയാണ്. കാരണം മഹാകവിയായ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള കവിയെ, ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ആശാനെ, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ടുള്ള ഡോക്ടർ പൽപ്പുവിനെ വ്യക്തിപരമായി പരിചയമുള്ള ശ്രീനാരായണ ഗുരുവിന് കേരളത്തിൽ ഒരാളെ ആ കാലഘട്ടത്തിൽ പരിചയം ഉണ്ടാവുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടല്ലാതെ ഇവിടെ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ആ സമയത്ത് കേരളത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന കേരളം ഭ്രാന്താലയം എന്നാണ്. അത് ജാതിപരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ അതേപോലെ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയാ കേരളം രാഷ്ട്രീയപരമായി ഭ്രാന്തിൻ്റെ അങ്ങേ അറ്റത്ത് മൂർധന്യത്തിലെത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അന്ന് ജാതിപരമായിട്ടാണെങ്കിൽ ഇന്ന് രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും വികൃതമാക്കപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഒരു സ്ഥലം കേരളമാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷെ ഒരു ശ്രീനാരായണ ഗുരു അന്ന് ജാതിപരമായ വ്യവസ്ഥാപിതമായ തെറ്റിദ്ധാരണകൾക്ക് എതിരെ പ്രവർത്തിച്ച് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ടാഗോർ വന്നിരുന്നു. നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി സൗത്ത് ഈ വെസ്റ്റ് ആയിട്ടുള്ള കേരളത്തിലേക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്ന് യാത്ര ചെയ്ത് വരുന്നതും ശ്രീനാരായണ ഗുരുവിനെ കാണാനാണ്. അന്ന് വന്നപ്പോൾ രാഷ്ട്രീയമായ ചേതനകൾ, വളരെ പ്രബുദ്ധമായ ജാതി ചിന്തകൾ, ഏറ്റവും സഹവർത്തിത്വത്തോടുകൂടി വ്യത്യസ്തതകളിലും അത് നിലനിർത്താതെ കൂട്ടായ്മകളിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു മാറ്റം കേരളീയ ജനതയ്ക്കുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു വലിയ ഭീഷണാശാലി കവി, ഒരു സാമൂഹ്യ പരികർത്താവ് ആണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെ കാണാൻ വന്നതിലും അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഈ ഭൂഖണ്ഡത്തിൽ കാണാൻ സാധിക്കില്ല എന്ന് മഹാകവി പറഞ്ഞപ്പോൾ അത് വലിയൊരു സർട്ടിഫിക്കറ്റാണ്, കേരളത്തിന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. കാരണം ഒരു വ്യക്തിക്ക് മാറ്റമുണ്ടാക്കണമെങ്കിൽ സമൂഹം അതിന് തയ്യാറാവുക കൂടി വേണം. ഞാനിപ്പോൾ ഡോക്ടർ ജേക്കബിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ജേക്കബിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ജേക്കബ് പണ്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു കുറച്ചു കാലം. അവിടെ ഒരു ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങുകയും ഇമേജ് ക്രിയേഷൻ, ഒരു കോമ്പറ്റിറ്റീവ് എക്സാംസിന് കുട്ടികളെ പരിചയപ്പെടുത്താനുള്ള വർക്ക്ഷോപ്പുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില മുഖങ്ങളൊക്കെ പരിചയമുള്ള മുഖങ്ങൾ, പക്ഷെ നൈപുണ്യയിലേക്ക് എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു. എന്നാലും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ ഒരു കുട്ടി
ഈ ഒരു ദിവസം വളരെ പ്രമുഖമായ ഒരു ദിവസം, അതിൻ്റെ ഒരു കലാപരിപാടികളുടെ പ്രദർശനത്തിന് കാത്തു നിൽക്കുന്നതിനിടയിൽ ചില പറഞ്ഞ വാക്കുകളുടെ ഓർമ്മകളിലൊന്ന് കൂട്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നാഗ്രഹം. ഒരു ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ശരീരം, അത് ഹെൽത്താണ്. ആ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് തോന്നുന്നു ഭക്ഷണപരമായിട്ട് ഏറ്റവും നല്ല പോലെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രകൃതി കനിഞ്ഞരുകി തന്നിട്ടുള്ള എല്ലാ സമൃദ്ധികളും ഉള്ള ഒരു സ്ഥലം. പക്ഷെ നമ്മൾ അതിൽ വേണ്ട വിധം ആ റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റാതെ, മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, യൂസ് യുവർ ഓൾ വെർച്യൂസ്, ഓൾ യുവർ ഫെസിലിറ്റീസ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് ആ കുട്ടികൾ അറിയേണ്ടതാണ്, കേരളത്തിൻ്റെ ഏറ്റവും നല്ല റിസോഴ്സസ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഫാദർ വർഗീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള വിഷയം അതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസുഖമുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം, ഇത്രയും നല്ല ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റാതെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പാരമ്പര്യം, അത് തിരിച്ചെടുക്കണം. നല്ല ഹെൽത്തുള്ള സ്ഥലത്ത് മാത്രമേ നല്ല സന്തോഷം ഉണ്ടാവുള്ളൂ. പ്ലഷർ കംസ് ഫ്രം ദ ഹെൽത്ത് എന്നാണ്. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ വെരി വെരി പ്ലസൻ്റ് ആയിട്ടുള്ളൊരവസ്ഥ, അതാണ് ഹെൽത്തിൽ നിന്നും പ്ലസൻ്റ് അവസ്ഥയാണ് ഹെൽത്ത്. അതിൽ വെരി പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്ലഷറിലേക്ക് പോകും. പിന്നെ അത്യാവശ്യമായിട്ടുള്ള നല്ല എൻവിറോൺമെൻറ്റാണ്, അത് നമുക്ക് തരുന്ന ഒരു പീസ്. ആ പീസ് നഷ്ടപ്പെട്ടു, പല യൂത്തിനും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഏറ്റവും നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള വെരി പ്ലസൻ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു ജോയ്ഫുൾനെസ്സിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഹൈ വിഷണറീസ് നല്ലപോലെ വർക്ക് ചെയ്യേണ്ടി വരും. അത് ബുദ്ധിപരമായിട്ടുള്ളതാണ്, പീസ് ആൻഡ് ജോയ്. ഇമോഷണലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ലവ് ആൻഡ് കമ്പാഷൻ. ആ ലവ് ആൻഡ് കമ്പാഷൻ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടോ പേരിന് വേണ്ടിയിട്ടോ ആവരുത്, അവനവനെ അർപ്പിക്കുന്ന ഒരു അവസ്ഥ, അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ലൈഫ് എനർജി ഫ്രം ദ ബ്ലിസ്ഫുൾനെസ് ടു എസ്റ്റസി, ഇതൊക്കെയാണ് ആവശ്യം. പക്ഷേ ഓവർ കോമ്പറ്റീഷൻ കൊണ്ട് നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് കിട്ടാവുന്ന പ്രാതിനിധ്യം ആണ് സക്സസ്. ആ സക്സസ്സിന് വേണ്ടി പോരാടുന്ന ഒരു സമൂഹമായി മാറുന്നുണ്ടോ? അത് ഓവർ ഗ്ലോബലൈസേഷൻ്റെ ഏതോ ഒരു മുഖം മൂടി കൊണ്ട് പ്രോബബ്ലി നമ്മുടെ റിലവൻസിനെ നമ്മൾ മനസ്സിലാക്കാത്തൊരവസ്ഥയിൽ, ഇപ്പോൾ എൻ്റെ റിലവൻസ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ പ്രസിദ്ധി കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സക്സസ് കൊണ്ടോ അല്ല, ഒരു സ്റ്റുഡൻറ്റിൻ്റെ മനസ്സിൽ എനിക്ക് കയറിപ്പറ്റാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് 6 വർഷം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ കുറേ സ്റ്റുഡൻസോട് സംസാരിക്കുന്ന സമയത്തും എന്നെ ഇന്ന് കേൾക്കുന്ന കുട്ടികളും എൻ്റെ ഒരു പ്രാതിനിധ്യം നിലനിർത്തുന്നത്, ആ റിലവൻസ് നിലനിർത്തുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ മറ്റൊരു വ്യക്തിയെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോഴാണ്. അത് വേണമെങ്കിൽ നമ്മുടെ ഹൃദയഭാഷയിൽ നിന്നും ഹൃദയഭാഷയിലേക്ക് സംസാരിക്കാൻ, ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് സംസാരിക്കാൻ സാധിക്കണം. ആ കഴിവാണ്, ആ എളിമയാണ്. ഇത് പോയറ്റ്സിനുണ്ടെന്നാണ്, കവികൾക്കുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു കാവ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത്, ചെറിയൊരു കാവ്യം എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു കഥ, ഏറ്റവും പഴയതായിട്ടുള്ളൊരു കഥ, ഏറ്റവും പൗരാണികമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക്, ഏറ്റവും പുരാതനമായ ഒരു കഥ, പക്ഷെ ചെറിയ കഥ, അത് വളരെ ബൃഹത്തായി എഴുതാൻ സാധിക്കുന്ന ഒരു കവി വാത്മീകി. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ വ്യത്യസ്തമായ ഒരു ദിശയിലൂടെ, അത് ഇംപ്രവൈസേഷനാണ്. ദാറ്റ് ഈസ് നോട്ട് ഡിസ്കവറി, ദാറ്റ് ഈസ് നോട്ട് ഇന്നോവേഷൻ, ദാറ്റ്സ് ഓൺലി എൻ ഇംപ്രവൈസേഷൻ. അത് കിളിയുടെ പാട്ടെന്ന രൂപത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള ചില വ്യക്തികളിൽ ആരുണ്ടാവില്ല, അധികാരമില്ല. അതാണ് കേരളത്തിൻ്റെ എഴുത്തച്ഛൻ്റെ പ്രാധാന്യം. പക്ഷെ അത് ഉണ്ടാക്കുക മാത്രമല്ല, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ കുറേ പഠിക്കാനുള്ളതിൽ ഒരു പ്രിൻസിപ്പിള്, ഒരു കവിത ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് ഒരു ഭാഷയുടെ പിതാവായിട്ട് ലോകത്തിൽ ഒരു വ്യക്തിക്കും കിട്ടാത്തൊരു പ്രാതിനിധ്യമാണ് എഴുത്തച്ഛന് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് തെറ്റായിട്ടുള്ളൊരു വാക്കാണ്, ഭാഷയുടെ പിതാവല്ല. ഇറ്റ്സ് ആക്ച്വലി ഓൺലി ദ ഫാദർ ഓഫ് മോഡേൺ മലയാളം എന്ന് പറയേണ്ടി വരും, ഓർ
ദ ഫാദർ ഓഫ് മലയാളം ലിറ്ററേച്ചർ എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ മേ ബി എ പ്രൈമൽ പോയറ്റ് ഇൻ മലയാളം എന്ന് പറയാം. ബട്ട് ബൈ മിസ്റ്റേക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കോൾ ഹിം ആസ് ഭാഷാപിതാവ് എന്നാണ് വിളിക്കാറുള്ളത്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അദ്ദേഹം ഭാഷാപിതാവല്ല, അദ്ദേഹം മോഡേൺ മലയാളത്തിൻ്റെ പിതാവാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് 1495 മുതൽ 1575 വരെ ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛന് കുറേ കാലം മുമ്പ് തന്നെ, 100 വർഷം മുമ്പ്, 1375 മുതൽ 1475 വരെ, ആ കാലഘട്ടത്തിൽ കൃഷ്ണഗാഥ, കഴിഞ്ഞ മാസം കൃഷ്ണഗാഥയുടെ ഒരു സെലിബ്രേഷനിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. കണ്ണൂർ ഭാഗത്ത് നിന്ന്, കണ്ണൂരാണ് ചെറുശ്ശേരി ജനിച്ചതും വളർന്നതും, ചെറുശ്ശേരിയാണ് ചിലപ്പോൾ കൃഷ്ണഗാഥ ഇത്രയും അസലായിട്ട് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് രാമനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. പക്ഷെ എന്നാലും എഴുത്തച്ഛനാണ് പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രാധാന്യം കിട്ടിയത്. അതിന് കാരണം ചിലപ്പോൾ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പറയുന്ന പോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടി സാധിക്കണം. ആ എത്തിച്ച് പലരെയും വായിച്ച് പഠിപ്പിച്ച് അത് വായിച്ച് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുന്നുള്ളൊരു സിസ്റ്റം പോലും ഉണ്ടായിരുന്നു കേരളത്തിൽ. ഞാൻ ഫിജി എന്ന സ്ഥലത്ത് രാമായണത്തെക്കുറിച്ച് 2016 പ്രഭാഷണം നടത്താൻ പോയ സമയത്ത് വളരെ അത്ഭുതകരമായി പലർക്കും തോന്നിയിട്ടുള്ളൊരു സംഭാവനയാണ് ഇത്. ഒരു ഭാഷാപിതാവിനെ എങ്ങനെ ഒരു കവിത എഴുതിയത് കൊണ്ട് മാത്രം, ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് മാത്രം, അത് രാമായണമായതുകൊണ്ട് മാത്രം അത് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുക. കാരണം പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു കഴിവും കൂടി ഉണ്ടാവണം. അതുകൊണ്ടാവാം ചിലപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ പിതാവെന്ന പേര് കിട്ടിയത്. അതുപോലെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു 1000-ൽ പരം, 1300-ലധികം അടുത്ത് ചെറിയ ചെറിയ കപ്ലറ്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള തിരുക്കുറൽ, അത് തിരുവള്ളുവരെ എഴുതിയിട്ടുള്ളത് 300 BC-യിലാണ്. അപ്പം ആലോചിച്ച് നോക്കണം, 300 BC പ്ലസ് 1500, 1800 വർഷം മുമ്പ് അത്രയും പ്രസിദ്ധമായിട്ടുള്ള കപ്ലറ്റ്സ് എഴുതിയിട്ടുള്ള തമിഴ്നാട് തൊട്ടടുത്തിരിക്കുമ്പോൾ സമയത്തും കേരളത്തിൻ്റെ ഭാഷ പോലും വികസിച്ചിട്ടില്ല. അപ്പോൾ കേരളം വളരെ ചെറിയൊരു രാജ്യം, വളരെ ഹ്രസ്വമായിട്ടുള്ള ഹിസ്റ്ററി ഉള്ളൊരു സ്ഥലം. അവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, മലയാളത്തിലെ എല്ലാ പുസ്തകങ്ങളും കൂട്ടിവെച്ചാൽ നമ്മുടെ ഒരു മുറിയിൽ തികയാവുന്നത്രയേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഫുൾ ബിൽഡിംഗ് ഉണ്ടായാൽ പോലും തീരാത്ത അത്രയും പുസ്തകങ്ങൾ തമിഴിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളത്തിന് അത്രയും പ്രാധാന്യം അല്ലെങ്കിൽ അത്രയും പൗരാണികത ഇല്ലായിട്ട് പോലും ലോകത്തിൽ പ്രസിദ്ധി നേടിയത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിങ്ങിൽ പല രാജ്യങ്ങളിലും എത്തിപ്പെടാനും യാത്ര ചെയ്യാനും അവിടെയൊക്കെ സെറ്റിൽ ചെയ്യാനും അവിടുത്തെ കൾച്ചറിനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാൻ സാധിച്ചു. അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ തനിമയോ കേരളത്തിൻ്റെ കൾച്ചറോ ആവണമെന്നില്ല. പല രാജ്യങ്ങളിൽ നിന്നും ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് സൗത്ത് വെസ്റ്റ് കോർണർ ആയതുകൊണ്ട് പല ജനങ്ങളും തമ്മിൽ പല രാജ്യങ്ങളിൽ നിന്നും, ഡച്ച് ആയാലും പോർച്ചുഗീസ് ആയാലും ബ്രിട്ടീഷ് ആയാലും മുസ്ലിംസ് ആയാലും എല്ലാവരും വന്നു ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണിത്. അവരുമായിട്ടുള്ള കൾച്ചർ, അവരുമായിട്ടുള്ള മിക്സ്, അതിൽ ജാതിപരമായാലും അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്ക്, അതുപോലെ തന്നെ വാണിജ്യപരമായിട്ട് മുസ്ലിംസ് നൽകിയിട്ടുള്ള പങ്ക്, അതൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു ജനതധി അത് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഈ തിരുക്കുറലിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നൊരു പുസ്തകമാണ്. ആ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന പുസ്തകത്തിൽ ഈ കേരളത്തിൻ്റെ ഒരു ഓണം സെലിബ്രേഷനെ കുറിച്ച് ഞാൻ നൈപുണ്യത്തെക്കുറിച്ച് നോക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് കണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ഓണം സെലിബ്രേഷൻ ഓൺലൈനിൽ കുറേ ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളതാണ്. ചില അബദ്ധധാരണകൾ കേരളത്തിൻ്റെ ഓണത്തെക്കുറിച്ച് പോലും ഉണ്ട്. നമുക്ക് ഓണം ആഘോഷിക്കുന്ന കേരളമല്ല കേരള പിറവി ആഘോഷിക്കുന്ന കേരളം. ഓണം ആഘോഷിക്കുന്നത് കേരളത്തിൻ്റെ ഫെസ്റ്റിവലായിട്ട് എന്നുള്ളത് തന്നെ ചിലപ്പോൾ തെറ്റാവും. അത് തൃപ്പൂണിത്തറ ഉണ്ടായതുകൊണ്ടോ മഹാബലി ഉണ്ടായതുകൊണ്ടോ അല്ല. ആ കേരളമല്ല ഈ കേരളം. ആ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ കഥയല്ല ഈ ഓണത്തിൻ്റെ കഥ. കാരണം ആ മഹാബലി അല്ല മാവേലി. മഹാബലിയും മാവേലിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കഥകൾ ഉണ്ടാവുന്നതും പാരമ്പര്യങ്ങൾ നമ്മൾ പങ്കുകൊള്ളുന്നതും ചിലപ്പോൾ അബദ്ധധാരണകളിലൂടെ ആവാൻ സാധ്യതയുണ്ട്.
അതല്ലെങ്കിൽ കേരളം സൃഷ്ടിച്ച പരശുരാമൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പിറവി ആഘോഷിക്കുന്നത് പരശുരാമൻ്റെ കാലത്താവണം. അങ്ങനെ പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ പരശുരാമന് മുമ്പ് ജന്മം കിട്ടിയിട്ടുള്ള മാവേലിയുടെയും, അത് രാവണന്റെ കൊച്ചുമകനാണ് മഹാബലി. ആ മഹാബലിയെ ചവിട്ടിത്താത്താൻ വന്നിട്ടുള്ള വാമനന്റെ ജന്മം എന്ന് പറയുന്നതിന് ഈ കേരളം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ചരിത്രമാണ്. അപ്പോൾ കുറേ കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആഘോഷങ്ങളെ കുറിച്ച് കാണുമ്പോൾ ആ കഥകൾക്കല്ല പ്രാധാന്യം, അത് നമ്മളെങ്ങനെ ഏറ്റെടുത്തു, അതെങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളതിനാണ്. ആ ചെറിയ ഭാഗം ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും പലരും ചിന്തിക്കാത്ത സംഭവങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലെനിക്ക് തോന്നുന്നു, ഈ എൻ്റെ പുസ്തകത്തിൻ്റെ റിവ്യൂ എഴുതുന്ന സമയത്ത് ബഹുഭാഷാ പണ്ഡിതനായ അകവൂർ തിരുമേനി, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് റിട്ടയർ ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറായിട്ട് റിട്ടയർ, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം എഴുതിയിട്ടുള്ള അവസാനത്തെ റൈറ്റപ്പ് എൻ്റെ ബുക്കിൻ്റെ റിവ്യൂ ആയിരുന്നു. അത് എഴുതിയ സമയത്ത് അദ്ദേഹം പറയുണ്ടായി, എൻ്റെ പുസ്തകത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് മോഡേൺ തിരുക്കുറൾ എന്നാണ്, ഏറ്റവും നല്ല മെസ്സേജസ് കൊടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് ഇപ്പോൾ ഞാൻ MBA കുട്ടികളോടാണ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോളേജിലാണ് സംസാരിക്കുന്നതെന്ന് അറിയാം. മാനേജ്മെൻറ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന ഡിഗ്രിയിൽ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പക്ഷെ പറയുന്നത് മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് എന്നാണ്. അത് തന്നെ തെറ്റിദ്ധാരണയാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത നല്ലപോലെ പഠിച്ചാൽ നിങ്ങളിങ്ങനെ ഡൈസെക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കിട്ടുന്ന സമയത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിത്തീർക്കുന്ന അവസ്ഥയാണ് മാനേജ്മെൻ്റ് എന്ന് പറയാം. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ബിഗ്ഗർ വേർഡ്. പുൾ ഔട്ട് റിസോഴ്സസ്, യു അഡ്മിനിസ്റ്റർ മെഡിസിൻ എന്നാ പറയാ. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് മെഡിസിൻ കൊടുക്കുകയല്ല ചെയ്യുക, യു പുൾ ഔട്ട് റിസോഴ്സസ്. അപ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ്. യു മസ്റ്റ് ബി ഏബിൾ ടു പുൾ റിസോഴ്സസ്. ആ റിസോഴ്സ് പുൾ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല നിലയിൽ അത് ഉപയോഗിക്കാൻ കഴിവുള്ളവരാണെന്ന് പ്രൂവ് ചെയ്യണം. എത്ര റിലവൻ്റ് ആയിട്ടുള്ള പേരാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തിരിക്കുന്നത്? നൈപുണ്യം, നിപുണത, സാമർഥ്യം എന്നാണ്. അത് ഒരു ഡിക്സ്റ്ററിറ്റിയാണ്. ഇറ്റ്സ് എ സ്കിൽ, ഇറ്റ്സ് എ ക്ലവർനെസ്, ഇറ്റ്സ് എ പ്രൊഫിഷ്യൻസി, ഇറ്റ്സ് എക്സാക്ട്നെസ്, ദ സ്ട്രിക്ട്നെസ്. ഹൗ ഡു യു മേക്ക് യുവർ ബി കോമ്പറ്റിറ്റീവ് ഇൻ ദിസ് വേൾഡ്? ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് തന്നെ നിങ്ങൾ നിലനിർത്തിയാൽ മതി. അത് ആർട്ട്ഫുൾനെസ് ആണ്. ഹൗ ഡു യു ഡു ഇറ്റ് ഹൈലി ക്രിയേറ്റീവ് എന്നാണ്. അതിനാവശ്യം വാട്ട് ടു പുൾ ഫ്രം വേർ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. അതറിയണമെങ്കിൽ അവെയർനെസ് ആണ്. യു മസ്റ്റ് ബി അവെയർ ഓഫ് വാട്ട് ഈസ് അവൈലബിൾ ഇൻ ദ വേൾഡ്. അത് എൻ്റെ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൽ. ഐ വാസ് എ മാനേജ്മെൻറ്റ് പ്രൊഫസർ ഫോർ ലോങ് ഇയേഴ്സ്. സോ ഐ ഡു കൺസൾട്ടൻസി നൗ ഓൾസോ. ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്കുണ്ടായ ക്ലാസ്സും ഇവിടെ ഒരു KL യൂണിവേഴ്സിറ്റിയിൽ MBA സ്റ്റുഡൻസിൻ്റെ ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. ഐ കീപ് ടോക്കിംഗ് ടു മൈ സ്റ്റുഡൻസ്. ഓൾവേസ് ഐ സേ എൻ്റേതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. And that principle says principle performance. The performance depends on 3 factors. One is attitude, next is skill, and the next is opportunity. ഈ മൂന്നും ചേർന്നാലേ നമുക്ക് നന്നാവുള്ളൂ. ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, നമ്മുടെ അവയർനെസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് അവർ ചേഞ്ച് ഇൻ അവർ ബിലീഫ്. ഞാൻ പറയാറുണ്ട് സാധാരണ ഇറ്റ്സ് ABC ഓഫ് ലൈഫ്. അവയർനെസ്, ചേഞ്ച് ഇൻ ബിലീഫ്, ദാറ്റ്സ് യുവർ ആറ്റിറ്റ്യൂഡ്, ആൻഡ് ചൂസ് യുവർ സ്പെസിഫിക് സ്ട്രാറ്റജീസ് ആൻഡ് സ്കിൽസ്. ദാറ്റ് ഈസ് ABC ഓഫ് മാനേജ്മെൻറ്റ്. എനിക്കറിയാം ഇതൊരു മാനേജ്മെൻറ്റ് ക്ലാസ് അല്ല എന്ന്, എന്നെ വിളിച്ചിട്ടുള്ളത് അതിനല്ല എന്നും എനിക്കറിയാം. പക്ഷേ ഈ ഒരു പാഷൻ നമുക്ക് റിട്ടേൺ ചെയ്തിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് റിട്ടേൺ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ കേരളത്തിനുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ്. എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം സോ ബാഡ്, സോ വേഴ്സ്റ്റ് ഇൻ ദി സിറ്റുവേഷൻ. ഞാൻ സാധാരണ പറയാറുള്ളത്, കുട്ടികളെ ടീച്ചേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത് ഒരു പേഷ്യൻറ്റിനെ ഡോക്ടർ കൺസിഡർ ചെയ്യുന്ന പോലെയാണ്. അവരെ നമ്മൾ ടെസ്റ്റ് നടത്തും, എക്സാമിനേഷൻ നടത്തും. ഡോക്ടറും പേഷ്യൻറ്റിനെ ടെസ്റ്റും എക്സാമിനേഷനും നടത്തും. പക്ഷേ എക്സാമിനേഷൻ ടെസ്റ്റിൽ പാസ്സായാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് ആയാൽ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എക്സാമിനേഷനും ടെസ്റ്റും നടത്തിയിട്ട് നമ്മൾ തോറ്റു അല്ലെങ്കിൽ തോക്കാൻ യോഗ്യനാണ് 35% ഉള്ളൂ, 65% അസുഖമുള്ള ഒരാളെ ആയാലും അയാളെ നമ്മൾ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്കും 10ാം ക്ലാസ്സിലേക്കും അത് കഴിഞ്ഞ് ഒരു എക്സാം എഴുതിയിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. അവിടെ എത്തുന്ന കുട്ടികളോട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. അത് ഞാൻ കേരളത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, കേരളത്തിൽ മോശമാണ്. സ്പെസിഫിക്കലി പ്രോബബ്ലി ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ദ കണ്ടന്റ് ക്രിയേഷൻ, ദ സ്കിൽ ഓഫ് delivering and accepting, അതിനുള്ളൊരു ഫോക്കസ്, കോൺസെൻട്രേഷൻ, that's all lacking. It is much worse. I am speaking to you from Hyderabad. ഞാനിവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്.
സോ ഐ നോ ഐ വാസ് ടോക്കിംഗ് ടു MBA സ്റ്റുഡൻസ് ദ അതർ ഡേ. എനിക്കറിയാം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും, ഇപ്പം ഡൽഹിയിലും മുതൽ അല്ലെങ്കിൽ ഹമീർപൂർ മുതൽ, നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശ് മുതൽ ഇന്നേ ദിവസം 2015 16 അങ്ങാണ്ട് 2015 ഒക്ടോബർ 31 ഞാൻ അരുണാചൽ പ്രദേശിലാണ്, 6 വർഷം മുമ്പ്. അപ്പം ആ ദിവസം ഞാൻ സംസാരിക്കുന്ന സമയത്തും ഞാൻ കുട്ടികളോടും ടീച്ചേഴ്സിനോടും സംസാരിക്കുമ്പോൾ എനിക്കറിയാം വാട്ട് ഈസ് ഇറ്റ് ലാക്കിംഗ്. ദ പാഷൻ ഈസ് ലാക്കിംഗ്. ദാറ്റ് ഈസ് ബിക്കോസ് യു വാണ്ട് സക്സസ്, യു ആർ നോട്ട് ഹാവിങ് പാഷൻ. സക്സസ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് കംസ് ടു യു പ്രൊവൈഡഡ് യു ഹാവ് പാഷൻ. ആ പാഷൻ ഉണ്ടാവുമ്പോഴാണ്, അതിനെ നമ്മൾ കറേജിയസ് ആയിട്ട് പിടിക്കുമ്പോഴാണ് നമ്മൾ നന്നാവുക. ആൻഡ് ദാറ്റ് കറേജ് വിത്തൗട്ട് ഫിയർ ഗെറ്റ് ഇൻ ടു ലൈഫ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഗിവ്സ് യു ലോട്ട് ഓഫ് സെൽഫ് മോട്ടിവേഷൻ. The world is the classroom. Just now, people keep saying that no, this digital media is bad. But I am one. മാർച്ച് 24 മുതൽ ഇന്ന് ഒക്ടോബർ 31 വരെ എല്ലാ ദിവസവും ഒരു ക്ലാസ്സെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇന്ന് എനിക്ക് ഐ ഹാവ് ഗോട്ട് അനദർ ക്ലാസ് ഇൻ ദ ആഫ്റ്റർനൂൺ. വൈകുന്നേരം എനിക്കൊരു ഫിലോസഫി പ്രൊഫസേഴ്സിൻ്റെ മീറ്റിൽ ഐ ഹാവ് ടു സ്പീക്ക് ഓൺ ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടൈറ്റിൽ ഫ്രം മൈ എൻ്റെ ഒരു ബുക്കാണിത്. അതിനകത്തൊരു ബുക്കിൽ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഈ ബുക്ക് ഉണ്ടാക്കാൻ തുടക്കം കുറിച്ചത്. അതിനകത്തൊരു ബുക്കാണ് ഫ്രം ഫിലോസ് ടു അഗാപ്പി. ആൻഡ് ഇന്നത്തെ ടോപ്പിക് അതാണ്. എനിക്ക് ചിലപ്പം ഈ ഒരു ടോക്കിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ച സമയത്ത് എനിക്ക് എൻ്റെ കുട്ടിയോട് തോന്നിയിട്ടുള്ളത്, ആ കുട്ടി എന്നെ പരിചയപ്പെട്ടത് ആ ഒരു ടീനേജിലാണ്. ആ കവിതയുടെ ആദ്യത്തെ ടൈറ്റിൽ ടീൻ ടു 20 എന്നാണ്. സോ ഷീ ഹാസ് മൈഗ്രേറ്റഡ് ഫ്രം ടീൻ ടു 20. ആ ടീൻ ടു 20 എന്ന ലൈഫിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ലൈഫിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഹാസ് ടു ചേഞ്ച്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഗിവ്സ് യു എ ലോട്ട് ഓഫ് എഫക്റ്റ് ആൻഡ് ലോട്ട് ഓഫ് റിഫ്ലക്ഷൻ ടു ദ റിയാലിറ്റി. അതല്ലെങ്കിൽ നമ്മൾ വളരെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫിലോസിലാണ്. അവിടെ നിന്നും ഒരു ഇറോസിലേക്ക്, ഒരു വലിയൊരു ലോകത്തേക്ക് കാണുന്ന സമയത്ത് അതിനെ എങ്ങനെ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തണം, എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു തോന്നൽ ഉണ്ടാവട്ടെ. ചിലപ്പോൾ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈസ് നോട്ട് അറൗണ്ട് യു, ബട്ട് ദെൻ വാട്ട് യു ഷുഡ് ഡു ഈസ് യു ഷുഡ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ദെൻ ഡോണ്ട് ലുക്ക് അറൗണ്ട്. Be in very pleasant situation, the ecstasy, compassion, joy and pleasure within you, and then look at it. അതിന് പറ്റിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ചിലപ്പം ഈ ഒരു ഓൺലൈൻ. ബിക്കോസ് യു ക്യാൻ ഡിസൈഡ് വേർ യു വാണ്ടഡ് ടു സീ, വാട്ട് യു വാണ്ടഡ് ടു സീ. ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിൽ വളരെ ചൂസീവായിട്ട് പഠിക്കാനുള്ള സംഭവങ്ങൾ, കാരണം യു ഡോണ്ട് ഹാവ് ടു ബി ഫിസിക്കലി പ്രസൻറ്റ്. ആൻഡ് ഈ ഒരു അവസ്ഥയിൽ തന്നെ ഓൺലൈൻ എന്നുള്ളൊരു ഹൈ ഫെസിലിറ്റി വളരെ പോസിറ്റീവായിട്ട് സെൽഫ് മോട്ടിവേറ്റ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിൽ, മോട്ടിവേറ്റ് അല്ലാത്തൊരാൾക്ക്, വളരെ ഡയറക്ഷൻ ഇല്ലാത്ത, വളരെ ആറ്റിറ്റ്യൂഡ് നന്നാവാത്ത ഒരാൾക്ക് ഹൈലി നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, വളരെ പാത്തറ്റിക് ആയിട്ട് നശിച്ചു പോകാൻ പറ്റുന്ന ഒരവസ്ഥയും കൂടിയാണിത്. കാരണം സാധാരണ ഫിസിക്കൽ ക്ലാസ്സിൽ പോലും ശ്രദ്ധിക്കാത്തവരാണ്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ അവരുടെ ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് എത്ര ഇല്ലാണ്ടാവും. അപ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ദ ഹൈ പൊട്ടൻഷ്യൽ. അത് എങ്ങനെ മാറി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സ്പെരിമെൻറ്റേഷൻ അവനവന് വേണ്ടി നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. അതിനുള്ളൊരു ഭാഗ്യമുണ്ടാവട്ടെ. ഇത്രയും സംസാരിക്കാനും നിങ്ങളുമായിട്ട് ഇടപെടാനും ഈ ഒരു അവസരമൊരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ അയാൾക്ക് എൻ്റെ നന്ദിയും, ഇതിന് സമ്മതമരുളിയിട്ടുള്ള ഇവിടുത്തെ മാനേജ്മെൻറ്റ്, കോളേജിന് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഇൻ ആബ്സെൻഷ്യ അദ്ദേഹത്തിനും, സംസാരിച്ചിട്ടുള്ള പ്രൊഫസർ ഫാദർ വർഗീസ്, സംസാരിക്കാൻ പോകുന്ന ഡോക്ടർ ജേക്കബിനും ഇതിന് നന്ദിയും, ഓർഗനൈസേഷനും ഒക്കെ പറഞ്ഞാൽ ആ ഭാഗവത്തായിട്ടുള്ള എല്ലാ ഓർഗനൈസേഷനും കോർഡിനേറ്റേഴ്സിനും എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിച്ചു കൊള്ളുന്നു. താങ്ക്സ് അലോട്ട്. ഗോഡ് ബ്ലസ് യു. ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നല്ല എൻജോയ്മെൻറ്റിൻ്റെ ഒരു ദിവസമായി ഇത് ഓർമ്മയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം. എപ്പോഴെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ വാക്കുകളിൽ എവിടെയെങ്കിലും കുറച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ച് അത് റിലവൻസ് ആണ് എന്ന് തോന്നുമ്പോൾ, ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റിന് തോന്നിയതുപോലെ തോന്നുകയാണെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി നന്ദി, നമസ്കാരം. സാറിന്റെ അറിവും അനുഗ്രഹവും നിറഞ്ഞ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഒപ്പം എന്റെ ഭാഗത്ത് വന്ന തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആ തെറ്റ് തിരുത്തി അത് ക്ഷമിക്കാൻ കാണിച്ച വലിയ മനസ്സിന് ഒരുപാട് നന്ദി.
അടുത്തതായി എന്റെ ഒരു ചെറിയൊരു കവിതയുണ്ട്, വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്നാണ്. വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ. വാക്കുകൾക്ക് നല്ല തൂക്കമുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഡിസെക്ട് ചെയ്യുന്ന ഒരു പോയറ്റ് ആയതുകൊണ്ടാണ് പറഞ്ഞു പോയത്. അഖില ചെറിയ കുട്ടിയാണെന്നും എനിക്കറിയാം. സന്തോഷം. അടുത്തതായി ആശംസകൾ നേരുന്നതിനായി നമ്മുടെ എല്ലാവരുടെയും കരുത്തും നട്ടെല്ലുമായ HOD ഡോക്ടർ ജേക്കബ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശശികുമാർ സർ, ഫാദർ വർഗീസ് ഹസൻ, അതുപോലെ തന്നെ ഫാദർ പോളച്ചനില്ല എന്നാലും പോളച്ചന്, അതുപോലെ തന്നെ എൻ്റെ വിദ്യാർത്ഥികളും അതുപോലെ എൻ്റെ സഹപാഠികളായിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാവരോടും ആശംസകൾ, കേരള പിറവി ആശംസകൾ നേരും. മലയാളത്തിൽ സംസാരിക്കാനായിട്ട് എനിക്കറിയില്ല എത്രത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്നാലും ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാനായിട്ട് ഞാൻ സാറിന് ഒരിക്കൽ കൂടി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ശശികുമാർ സാറുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഓർഗനൈസേഷനിലെ ഞങ്ങൾ സെഷൻസ് എടുത്തിട്ടുള്ള സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി സാറിനെ കാണാനായിട്ട് സാധിച്ചു. സാർ ഇപ്പോഴും യങ് ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാറിന്റെ ഇപ്പോഴും ഹാൻസം, ഈസ് എ വെരി ഹാൻസം പേഴ്സൺ. അതാണ് സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട വേറൊരു പേഴ്സണാലിറ്റി ഈസ് ലൈക്ക് ഭയങ്കര ഹാൻസം ആയിട്ടുള്ള സാറാണ്. അതുപോലെ തന്നെ സാറിന്റെ സംസാരമൊക്കെ തന്നെ സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യം, അതായത് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, കാര്യങ്ങള് ക്രിസ്റ്റൽ ക്ലിയർ ആണ് മനസ്സ്. അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കേരളപ്പിറവി ദിവസം ലഭിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സാർ, അത് വീണ്ടും ആ ടീച്ചറിന്റെ ആ വൈഡ് ഹൊറൈസണിൽ നിൽക്കാനായിട്ട് സാറിന് സാധിക്കും. കുട്ടികൾക്ക് വരുന്ന തെറ്റുകൾ കറക്റ്റ് ചെയ്യാനായിട്ടും അത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സുള്ള സാറിന് കേരളപ്പിറവി ദിനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചതിന് വളരെ സന്തോഷം. കേരളപ്പിറവിയെ കുറിച്ച് പറയുമ്പോൾ, കേരളത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം പറഞ്ഞാൽ ഞാൻ യാത്രകൾ ചെയ്ത് കേരളത്തിലേക്ക് ഞാൻ ആ പാലക്കാട് കടന്നു കഴിയുമ്പോഴാണ്, ട്രെയിനിൽ വരികയാണെങ്കിൽ പാലക്കാട് കടന്നു കഴിയുമ്പോൾ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ആ ഒരു ഗ്രീനറി, ആദ്യമായിട്ടൊരു പച്ചപ്പ് കാണുകയാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ വരുന്ന മഴ, അതൊക്കെ ഈ തമിഴ്നാട്ടിൽ നമ്മൾ കോയമ്പത്തൂർ വരെ വരുമ്പോൾ, കോയമ്പത്തൂർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി തണുപ്പൊക്കെ കിട്ടും. എന്നാൽ അതിൽ മുമ്പ് കാണുന്ന ആ ഒരു ചുമന്ന ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പച്ചയിലേക്ക് കടന്നു വരുന്ന ആ കുളിർമ, അത് നമ്മൾ കുറച്ചു കാലം പുറത്തുപോയി താമസിക്കുമ്പോഴാണ് അത് കൂടുതലായിട്ട് നമുക്ക് അതിനകത്തുള്ള ഒരു പ്രസക്തി ഉണ്ടാവാറുള്ളത്. കേരളം വളരെ നല്ല ഒരു സ്റ്റേറ്റ് ആണ്. അതിനെക്കുറിച്ച് എപ്പോഴും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം പറഞ്ഞാൽ കാര്യങ്ങൾ ഇവിടെ നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമാണ്, കുടിക്കാൻ ഏറ്റവും നല്ല വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ്, അതുപോലെ തന്നെ നല്ല മനുഷ്യരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്ന മനുഷ്യരാണ് എന്നൊക്കെയാണ്. എന്നാലും സാറിന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം പറഞ്ഞാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ആ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മയില്ലാതെ പോകുമ്പോൾ ഒരവസ്ഥയിലേക്ക് മാറുന്നു. ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ കുട്ടികൾ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള വ്യവസായങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ തനതായിട്ടുള്ള സംസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് ഞാൻ അന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ ഓടി നടക്കുന്ന ഒരു ചെറിയ കുട്ടിയായിട്ട് ഒരു 40 അല്ലെങ്കിൽ 45 വയസ്സ് ഞാൻ പുറകോട്ട് പോയി എന്നുള്ളതാണ്. എന്നാൽ ഈ കേരളത്തിൽ ജീവിക്കാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെയധികം ഭാഗ്യമുണ്ട്. ഇന്ന് നമ്മുടെ കേരളപ്പിറവി ദിനമായിട്ട് നമുക്ക് വിശിഷ്ടാതിഥി അദ്ദേഹത്തിന്റെ എല്ലാം കേൾക്കാനായിട്ട് എനിക്ക് വളരെ സന്തോഷം. അതുപോലെ തന്നെ നൈപുണ്യയിൽ ഓരോ വർഷവും കേരളപ്പിറവി ആഘോഷിക്കുന്നതിൽ മാറ്റങ്ങൾ വരും. ഞാൻ ആദ്യത്തെ പ്രാവശ്യം 2015 ഞാനിവിടെ നൈപുണ്യയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കേരളപ്പിറവി ഒരു പ്രത്യേക രീതിയിലാണ് ആഘോഷിച്ചത്. നമ്മളൊരു കേരളത്തിന്റെ ഒരു വില്ലേജ് ആയിരുന്നു, അന്നൊരു ഓഫ്ലൈനാണ്. അപ്പോൾ വില്ലേജൊക്കെ നമ്മൾ ഉണ്ടാക്കി ആഘോഷിച്ചു. അങ്ങനെ പിന്നെ ചില സമയങ്ങളിൽ വെറും പാട്ടൊക്കെ ആയിട്ട് മാത്രം അവസാനിച്ചു. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ കേരളത്തിന്റെ വ്യവസായങ്ങളെ കുറിച്ചായിരുന്നു അന്നത്തെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. എന്നാൽ ഇപ്രാവശ്യം
കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇന്ന് ഈ മാത്രമല്ല ഈ കേരളപ്പിറവി അവതരിപ്പിക്കാനായിട്ട് എൻ്റെ വിദ്യാർത്ഥികൾ എടുത്തിട്ടുള്ള ആ എഫർട്ട് ഞങ്ങളെല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫാക്കൽറ്റി മെമ്പേഴ്സൊക്കെ തന്നെ പറയായിരുന്നു ഇത്രയധികം എഫർട്ട് എടുത്തിട്ട് ഈ കുട്ടികൾ വർക്ക് ചെയ്യുന്നു. സോ ഗ്ലാഡ് വിൻ, അതുപോലെ തന്നെ ഒഴിത, അതുപോലെ വന്ദന, അതുപോലെ അപ്പിയ, ഇവരെല്ലാവരും തന്നെ, അതുപോലെ ഫാദർ നിതിൻ, ഇവരെല്ലാവരും തന്നെ വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്ര നല്ലൊരു പ്രോഗ്രാം നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. അതിന് കുട്ടികളോടെല്ലാം നന്ദി. മാത്രമല്ല ഈ ഇന്ന് ഞാൻ ഈ മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആയിട്ട്, ബിസിനസ് മാനേജ്മെന്റ് സ്റ്റുഡൻസ് ആയിട്ട് ഇവരിവിടെ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം തോന്നി. കാരണം പറഞ്ഞാൽ ഇന്ന് അവര് ഒരു പക്ഷേ നാളെ ലോകം തന്നെ കാണാൻ പോകുന്ന വ്യവസായങ്ങൾക്ക്, പരമ്പരാഗതമായിട്ട് വ്യവസായങ്ങൾക്ക് തുടക്കമിടാൻ ഇവരുടെ വിദ്യാർത്ഥികൾ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പുകൂടെ എനിക്ക് ലഭിക്കുകയാണ് ഇപ്പോൾ. കാരണം പറഞ്ഞാൽ അവര് അതിനത്രയും തന്നെ പഠിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേരളത്തെ കുറിച്ചൊന്നും അഭിമാനത്തോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സാറ് നേരത്തെ പറഞ്ഞ പോലെ കേരളം ഇന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു ജാതിയുടെയും മതത്തിന്റെയൊക്കെ കെട്ടുപാടുകളിലേക്ക് നീങ്ങിപ്പോകുന്ന സമയത്ത് ഇതിനെല്ലാം എതിരായിട്ട് നിന്ന ഒരു കേരളമായിരുന്നു. എല്ലാവരും സാമൂഹികമായിട്ടും എല്ലാവർക്കും വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആഘോഷിച്ചു. ഇന്നും ഓണമൊക്കെ ആഘോഷിക്കുന്നു, അതൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ നമ്മൾ മാറിപ്പോകുന്നുണ്ടോ. എന്നാൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങൾക്ക് വീണ്ടും കേരളത്തിനെ വീണ്ടും അതിൻ്റെതായിട്ടുള്ള പ്രൗഢിയിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. കേരളത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങളും അതുപോലെ തന്നെ കേരളത്തിന്റെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, കേരളത്തിൻ്റെതായിട്ടുള്ള കൾച്ചർ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാനായിട്ടും, അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ നിൽക്കാനായിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എന്ന് വിടവാങ്ങുന്നു. എന്നാൽ അതിനു മുമ്പ് കേരളം എനിക്ക് ഈ കവിതകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ പാട്ടുകാരനൊന്നുമല്ല, എന്നാലും ഒരു കവിതയുടെ ഒരു 4 വരി പാടിക്കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കവിത ഞാൻ സ്ഥിരം കേൾക്കാറുള്ളതാണ്. ഈ കവിതയുടെ പേര് അശ്വമേധം എന്നാണ്. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അശ്വമേധം എഴുതിയത് മ്യൂസിക് വയലാറിന്റെ കവിതയാണ്. അപ്പൊ ഇത് ഞാൻ മിക്കവാറും കേൾക്കാറില്ല. ഇതും അതുപോലെ തന്നെ നാരായണ ബ്രാഹ്മണനും ഒക്കെ കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാലത്തെ ക്ലാസ് വന്നിട്ട് ടോട്ടലേഴ്സ് തിയറി മാത്രമല്ല, സയന്റിഫിക് മാനേജ്മെന്റ് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ ചെവിയിൽ ഞാൻ കേൾക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ കവിതയുടെ ഒരു 4 വരി പാടിക്കൊണ്ട് കേരള പിറവി എനിക്ക് എന്റെ സന്തോഷത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും എന്ന് വിശ്വസിക്കുന്നു ഞാൻ പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സ്വർഗശക്തിയാൻ ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ദിഗ്വിജയത്തിനും സ്വർഗശക്തിയാമൻ ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തി പായുവൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തി പായുവൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ ഒരു നേടിയതാണിതിൻ ശക്തി. കോടി കോടി പുരുഷാന്തരങ്ങളിൽ ഒരു നേടിയതാണിതിൻ ശക്തികൾ. എൻ്റെ കവിത ഞാൻ വായിച്ചതാണ്, പാടിയതാണെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കവിതയാണ്. ഇത്തരം നല്ല കവിതകളും വയലാറിന്റെ പാട്ടുകളൊക്കെ നടന്നിട്ടുള്ള ഈ കേരളത്തിൽ ജനിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ഞാനെന്നും തീരുമാനിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും കേരളത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ നന്മയുള്ള ആശംസകൾക്ക് ഒരുപാട് നന്ദി. അടുത്തതായി കേരളീയം 2020 നമ്മൾ നടത്തിയ കലാമത്സരങ്ങളുടെ സമ്മാനാർഹരെ അനുമോദിക്കുവാൻ നയന മിസ്സിനെ ക്ഷണിക്കുന്നു.
ഞാനിവിടെ നമ്മുടെ കേരളപ്പിറവി മത്സരത്തിന്റെ വിജയികളെ അനൗൺസ് ചെയ്യുകയാണ്. നമ്മൾ കുറേയധികം മത്സരങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുപാട് നല്ല മത്സരങ്ങൾ കേരളപ്പിറവിയുമായി അനുബന്ധിച്ച് ഇവിടെ നടത്തിയിരുന്നു. വളരെ വൈവിധ്യമാർന്ന മത്സരങ്ങളാണ് അവർ ശരിക്കും പറഞ്ഞാൽ നടത്തിയിരുന്നത്. ക്വിസ് ഉണ്ടായി, പോസ്റ്റർ, ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ്, അതേപോലെ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പ് എഴുതുന്ന മത്സരം. പിന്നെ ഇന്ന് രാവിലെ അവർ നടത്തിയിരുന്ന ഒരു നിമിഷം കേരളത്തിന്റെ എന്തെങ്കിലും ഒരു ഇതിനെ കുറിച്ച് സംസാരിക്കുക, അതേപോലെ കേരളത്തിന്റെ ബിസിനസ് ഇതിനെ കുറിച്ചുള്ള പ്രസന്റേഷനും അഡ്വർടൈസ്മെന്റും ഒക്കെ ആയിട്ടുള്ള മത്സരങ്ങൾ. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ മത്സരങ്ങളെല്ലാം നടത്തപ്പെട്ടു. വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്തു. ഞാനും ചിലതൊക്കെ ചില മത്സരങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ വളരെ നല്ലതായിട്ട് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ വിജയികൾ ഇവരൊക്കെയാണ്. ആദ്യത്തെ ഇവന്റ് ക്വിസ് മത്സരം. 1ാം സമ്മാനം എഡ്വിൻ ജോസ്, 2ാം സമ്മാനം ക്ലിൻസ് തോമസ്. 2ാമത്തെ മത്സരം പോസ്റ്റർ മത്സരം. 1ാം സമ്മാനം വന്ദന വർഗീസ്, 2ാം സമ്മാനം ഫാദർ നിതിൻ പോൾ, 2ാം സമ്മാനം ഒരാൾക്കും കൂടിയുണ്ട്, വി കിരൺ പ്രകാശ്. ഫോട്ടോഗ്രാഫി മത്സരം. 1ാം സമ്മാനം അഷിക രാജീവൻ, 2ാം സമ്മാനം വി കിരൺ പ്രകാശ്. ഫോട്ടോ അടിക്കുറിപ്പ് മത്സരം. 1ാം സമ്മാനം വി കിരൺ പ്രകാശ്, 2ാം സമ്മാനം വന്ദന വർഗീസ്. വീഡിയോ അവതരണം അതാണ് ബിസിനസ് അഡ്വർടൈസ്മെന്റ് മത്സരം. അതിന്റെ ഫസ്റ്റ് പ്രൈസ് പോയിരിക്കുന്നത് ഗ്രൂപ്പ് 4-നാണ്. ഗ്രൂപ്പ് 4. ജസ്റ്റ് എ മിനിറ്റ് അല്ലെങ്കിൽ ഒരു നിമിഷം മത്സരം. 1ാം സമ്മാനം ഫാദർ നിതിൻ പോൾ, 2ാം സമ്മാനം ഫെബിൻ ഫ്രാൻസിസ്. ഇവരൊക്കെയാണ് നമ്മുടെ കേരളപ്പിറവി മത്സരങ്ങളിലെ വിജയികൾ. എല്ലാവർക്കും എൻ്റെ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തു. ഇനിയും ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നമ്മൾ നടത്തുന്ന മത്സരങ്ങളിലും പരിപാടികളിലും കൂടുതൽ പങ്കെടുക്കുക. നിങ്ങളുടെ കൂടുതൽ അനുഭവ സ്വത്തുക്കൾ ഇതിനകത്തോട്ട് വരട്ടെ. ഓക്കെ, സോ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി. സമ്മാനാർഹരായവർക്കും പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം നയന മിസ്സിനും പ്രത്യേകം നന്ദി. കേരളീയം 2020-നോടനുബന്ധിച്ച് നടത്തിയ കുറച്ച് പരിപാടികൾ നമുക്ക് കണ്ടാലോ? അതിന് പരിപാടി കഴിഞ്ഞില്ലേ? എന്നാലും നമുക്കൊന്ന് കാണാൻ നോക്കാം അല്ലേ? അതെ.